ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 21 അധ്യായം. 21 അധ്യായത്തിൽ ഇസ്രായേൽ ജനം കനാനിൽ ചെന്ന ശേഷം അവരുടെ സാധാരണ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന ചില നിർദ്ദേശങ്ങൾ മോശ ശക്തമായ ഭാഷയിൽ അവർക്ക് നൽകുകയാണ്. ഒന്നാമത് പറയുന്നത്, ഒരു കൊലപാതകം ഒരു സ്ഥലത്ത് നടന്നാൽ അതിൻ്റെ ഘാതകനെക്കുറിച്ച് അറിവില്ലാതിരുന്നാൽ എന്തു ചെയ്യണം. തുറസായ ഒരു സ്ഥലത്ത് ഒരു മൃതശരീരം കാണുകയും ആരാണ് അവനെ വധിച്ചതെന്ന് അറിവില്ലാതിരിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് മുഖം വയ്ക്കാത്ത അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യിപ്പിക്കാത്ത കാത്തു സൂക്ഷിച്ച ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം. നീരൊഴുക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇതുവരെ ഉഴുകയോ അല്ലെങ്കിൽ വിധിക്കുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. അതിനുശേഷം എല്ലാ പട്ടണത്തിൽ നിന്നുമുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പ്രഭുക്കന്മാർ വന്ന് ഈ കഴുത്ത് ഒടിക്കപ്പെട്ട ആ മൃഗത്തെ തൊട്ട്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഈ കൊലപാതകം ഞങ്ങൾ ചെയ്തതല്ല എന്ന് അവർ സത്യം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആ ഇടയിൽ നിന്ന് ആ കൊലപാതകം ചെയ്തതിൻ്റെ ശാപം നീങ്ങിപ്പോകും. വാക്കാലത്ത് അത് അധികം കൊലപാതകം നടക്കാതിരിക്കാൻ വേണ്ടി മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നതായ ഒരു സാമൂഹികമായ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ കുറ്റം ആരോപിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതായ ഒരു ക്രമീകരണമായി നമുക്കിതിനെ കാണാവുന്നതാണ്. രണ്ടാമത് 10 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു, യുദ്ധ തടവുകാരെ കുറിച്ചാണ്. യുദ്ധം ചെയ്ത് ഒരു രാജ്യം നീ കീഴടക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൽ പുരുഷന്മാരെയും ഒക്കെ നീ വധിക്കണം, സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളയരുത്. അങ്ങനെ യുദ്ധ തടവുകാരായി പിടിക്കുന്നതിൽ ഒന്നിലധികം ഏതെങ്കിലും ഒരു സ്ത്രീയെ നിനക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവളെ നിനക്ക് വിവാഹം കഴിക്കാം. കാരണം അതിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന രീതി ഇസ്രായേൽ ജനത്തിൽ ഉണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നീ അവളെ സ്വീകരിക്കുമ്പോൾ അവൾക്കുള്ള മാതാപിതാക്കളെയൊക്കെ മറ്റുള്ള ബന്ധുക്കളെയൊക്കെ നീ നേരത്തെ തന്നെ വധിച്ചല്ലോ, അതിന് ശേഷമാണല്ലോ അവളെ നീ കൊണ്ടുവരുന്നത്. അപ്പോൾ 1 മാസം അവൾക്ക് അവിടെ തലമുണ്ഡനം ചെയ്ത് നഖം വെട്ടി വിലപിക്കാനുള്ള അവസരം അവൾക്ക് കൊടുക്കണം, മാതാപിതാക്കളെ ഓർത്ത്. കാരണം അക്കാലങ്ങളിൽ ഒരാൾക്ക് വിലാപം വരുമ്പോൾ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെ അവൾ കരഞ്ഞ് അവളുടെ വിലാപമൊക്കെ തീർന്ന ശേഷം അവളെ നിനക്ക് വിവാഹം കഴിക്കാം. വിവാഹം കഴിച്ചതിൻ്റെ ഭാര്യയായി അവളെ നീ സ്വീകരിക്കണം, വെറും അടിമയായിട്ടല്ല. ഭാര്യയായി സ്വീകരിച്ച് ഒരു ഭാര്യയ്ക്കുള്ള എല്ലാ അവകാശങ്ങളും അവൾക്ക് കൊടുത്ത് നിന്നോട് ചേർത്ത് അവളെ നിർത്തണം. കുറേ കഴിയുമ്പോൾ നിനക്ക് അവളോട് വെറുപ്പ് തോന്നിയാൽ നിനക്ക് അവളെ പറഞ്ഞയക്കാമെന്ന് പറയുമ്പോൾ അവൾക്കുള്ള അവകാശങ്ങളൊക്കെ കൊടുത്ത് അവളെ ഒരു അടിമയാക്കാനോ വിൽക്കാനോ നിനക്ക് അവകാശമില്ല. കാരണം അവൾ നിൻ്റെ ഭാര്യയായിരുന്നവളാണ്. അപ്പോൾ അവളോടുള്ള സ്നേഹവും ബഹുമാനവും നീ കാണിക്കണം. നിനക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമില്ല എങ്കിൽ അവളെ സ്വതന്ത്രമായി നിനക്ക് പറഞ്ഞയക്കാവുന്നതാണ്. 15-ാം വാക്യം നമ്മൾ വായിക്കുന്ന ആദ്യജാതൻ്റെ അവകാശത്തെക്കുറിച്ചാണ്. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്ത് നിനക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യയിൽ നിന്നാണ് ആദ്യജാതൻ ഉണ്ടാകുന്നതെങ്കിൽ അവനെ ആദ്യജാതനായി തന്നെ എന്നും നീ കണക്കാക്കണം.
ഇഷ്ടമുള്ള ഭാര്യയിൽ ജനിച്ച മകനെ ആദിജാതനായി കണക്കാക്കുകയോ ആദിജാതൻ്റെ അവകാശം അവന് കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ഇഷ്ടമില്ലാത്ത ഭാര്യയിലാണ് ഈ ആദിജാതൻ ഉണ്ടായതെങ്കിലും നിന്റെ സകല സമ്പത്തിൻ്റെയും 2 ഓഹരി ആദിജാതന് കൊടുക്കണം. അത് നമുക്ക് നേരത്തെ ചിന്തിച്ച പോലെ ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഒരു അവകാശമായി അവരുടെ ഇടയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു ക്രമീകരണം ചെയ്യുകയാണ്. ഇഷ്ടമുള്ള ഭാര്യ ജനിച്ച മകനെ കൂടുതൽ ഓഹരി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവനാണ് നിൻ്റെ പൗരുഷത്വത്തിൻ്റെ ആദ്യഫലം. ദൈവം നിനക്ക് തന്ന ആദ്യഫലം അവൻ തന്നെയാണ്. പക്ഷെ നിൻ്റെ മനസ്സുകൊണ്ട് നിനക്ക് ഇപ്പോൾ അവൻ്റെ അമ്മയെ ഇഷ്ടമില്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അവനോട് നിനക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല. അവന് ഓഹരി കൊടുക്കണമെന്നുള്ളതാണ്. 18-ാം വാക്യം മുതൽ ധിക്കാരിയായൊരു മകനുണ്ടായാൽ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ അനുസരിക്കാതെ ധിക്കാരിയായി മദ്യപനും അല്ലെങ്കിൽ ഭോജനപ്രിയനുമായി അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു മകനും ജീവിക്കുകയാണെങ്കിൽ അവനെ വധിച്ച് കളയുവാൻ, അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ നീക്കിക്കളയണം. കാരണം നിങ്ങളുടെ ഇടയിൽ സമാധാനവും ശാന്തിയും ദൈവഭയവും അനുസരണവും ഒക്കെ ഉണ്ടാവണം. കാരണം അത് നിങ്ങളുടെ ജീവിതം നല്ല ഡിസിപ്ലിനുള്ള ഒരു ജീവിതമായിരിക്കണമെന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നാൽ മറ്റുള്ളവർക്ക് കൂടി, അത് നാട്ടുകാർക്കും ദേശക്കാർക്കും എല്ലാം അവനൊരു ശല്യമായിട്ട് മാറും. അതുകൊണ്ട് അവനെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്കതിനുള്ള അവകാശമില്ല. പക്ഷെ പഴയ നിയമകാലത്ത് കൊടുത്ത ഒരു നിയമമായി നമുക്കിതിനെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ അവനെ മരത്തിൽ തൂക്കിക്കൊല്ലണം. കാരണം മരത്തിൽ വധിക്കപ്പെടുന്നവനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് പഴയ നിയമകാലത്തെ നിയമം. എന്നാൽ അവനെ അങ്ങനെ വധിക്കപ്പെടുന്നവനെ രാത്രിയിൽ മൃതശരീരം അതിൽ തൂങ്ങിക്കിടക്കാതെ വധിച്ച ശേഷം അവനെ സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ ഇറക്കി അവനെ സംസ്കരിക്കണം. ഇത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. അന്നും കർത്താവിനെ ക്രൂശിച്ച ശേഷം പിറ്റേ ദിവസം അന്ന് സന്ധ്യയാകാറായതുകൊണ്ടും പിറ്റേ ദിവസം പെസഹയുടെ ആചരണം ഉള്ളതുകൊണ്ടും അവനെ ക്രൂശിൽ നിന്ന് ഇറക്കി സംസ്കരിക്കുവാൻ അന്ന് യഹൂദന്മാരെ ആവശ്യപ്പെട്ടത് ഇത് നമുക്കറിയാമല്ലോ. ഗലാത്യ ലേഖനം 3:13 പ്രകാരം പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും എങ്ങനെയായിരുന്നു? ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ഇത് നമ്മുടെ കർത്താവ്, അതിൻ്റെ പൂർത്തീകരണം കർത്താവിൻ്റെ കാൽവറി യാഗത്തിൽ അവിടെ സംഭവിക്കുകയാണ്. കർത്താവ് ഒരു തെറ്റും ചെയ്തവനല്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മളൊക്കെ വധിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നമ്മുടെയൊക്കെ കഴുത്തൊടിക്കപ്പെടേണ്ട സ്ഥാനത്ത് നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച് നമ്മെ രക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ പാപജീവിതത്തിലേക്ക് പോകുവാൻ നമുക്കാർക്കും അവകാശമില്ല. നമ്മുടെ കർത്താവിനെ പൂർണ്ണ സമർപ്പിതമായി ആ സ്നേഹത്തെ ഓർത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ കൊടുത്തിരുന്ന ചില നിയമങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിൽ അതാത് കാലാകാലങ്ങളിൽ ഗവൺമെൻറ് നൽകുന്ന നിയമം അനുസരിച്ച് സമാധാനത്തോടും ശാന്തിയോടും ദൈവാനുഭവത്തോടും ജീവിക്കാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞാൻ മുഖാന്തരം ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനോ ഭവനത്തിനോ ഞാനൊരു ശാപമായി തീരാതെ അനുഗ്രഹമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിതം ആരംഭിക്കും. ദൈവമേ, ഇന്ന് ഞാനൊരു അനുഗ്രഹമാകണം. എൻ്റെ വാക്കുകളോ എൻ്റെ ചിന്തകളോ എൻ്റെ പ്രവൃത്തികളെയോ ആരെയും മാനസികമായി കൊല്ലുന്ന, മാനസികമായി തകർക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ചെയ്യുവാൻ എനിക്കിടയാകരുത്. ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചെയ്യുവാൻ എനിക്കിടയാകണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു സ്വർഗ അനുഭവം, ഈ ഭൂമി തന്നെ ഒരു സ്വർഗമായി തീരും. അതാണ് ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത. അതിലേക്കാണ്, ഈ പ്രപഞ്ചത്തെ നയിക്കാനാണ് ദൈവത്താൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
ദൈവമേ പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് അപ്രകാരം ജീവിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.